ജീനുകളുടെ തകരാറ് മൂലമാണ് ഈ വർണ്ണാന്തത ഉണ്ടാവുന്നതെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ദേശീയ മന്ത് രോഗ ദിനമായിട്ട് കണക്കാക്കുന്നത് നവംബർ 11 കൂടി മനസ്സിലാക്കി വെച്ചേക്കുക. അന്തർസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസുകളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹോർമോണുകൾ എന്ന് പറയുന്നത്. ഹായ് ഓൾ, ഞാൻ സഞ്ജയ്. എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം. നമുക്കറിയാം CPOയുടെ എക്സാം ഡേറ്റിംഗ് വന്നു കഴിഞ്ഞു അല്ലെ? ജൂൺ ഫസ്റ്റ് വീക്ക് തന്നെ നമ്മുടെ എക്സാം ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാം PSC ഉദ്യോഗാർത്ഥികളെല്ലാം അല്ലെങ്കിൽ ഒരു പോലീസ് യൂണിഫോം ആഗ്രഹിക്കുന്നവരെല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ ബയോളജി ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: കൂട്ടത്തിൽ പെടാത്തത് ഏത്? നിശാന്തത, വർണ്ണാന്തത, തിമിരം, ചെങ്കണ്ണ്. ഓക്കെ അല്ലേ? ഈ നിശാന്തതയും വർണ്ണാന്തതയും തിമിരവും ചെങ്കണ്ണും കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങളാണ്. ഈ 4 രോഗങ്ങളും കണ്ണിനെ ബാധിക്കുന്നതാണ്. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ആദ്യം നമുക്ക് ആ ഓരോ രോഗങ്ങളും ഒന്നറിയാം. എന്താണ് നിശാന്തത എന്ന് പറയുന്നത്? വിറ്റാമിൻ എയുടെ കുറവ് മൂലം രാത്രിയിലുള്ള കാഴ്ച അല്ലെ, രാത്രി കാണാനായിട്ട് സാധിക്കില്ല, രാത്രി കാഴ്ച ഇല്ലാതാവുന്നു. വിറ്റാമിൻ എയുടെ കുറവ് മൂലം രാത്രിയുള്ള കാഴ്ച ഇല്ലാതാവുന്ന അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് നിശാന്തത എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി എന്താണ് ഈ വർണ്ണാന്തത? വർണ്ണാന്തത എന്ന് പറഞ്ഞാൽ ഈ കോൺ സെല്ലുകളുടെ, നമ്മുടെ കണ്ണിൽ കോൺ സെല്ലുകളും റോഡ് സെല്ലുകളും ഉണ്ട്. അപ്പൊ അത്തരത്തില് കോൺ സെല്ലുകളുടെ തകരാറ് മൂലം നിറങ്ങൾ തിരിച്ചറിയാനാവാത്ത അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് വർണ്ണാന്തത എന്ന് പറയുന്നത്. നമുക്കറിയാം പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? പച്ച, നീല, ചുവപ്പ് അല്ലെ? പച്ച, നീല, ചുവപ്പ് എന്നിവയാണ് പ്രാഥമിക വർണ്ണകങ്ങൾ. ആ പ്രാഥമിക വർണ്ണകങ്ങൾ പച്ച, ചുവപ്പ് എന്നീ നിറങ്ങൾ തിരിച്ചറിയാൻ സാധിക്കില്ല. ആ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് വർണ്ണാന്തത എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനൊരു ചോദ്യം വരാം: പ്രാഥമിക നിറങ്ങളിൽ വർണ്ണാന്തതയുള്ളവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന നിറം ഏതാണ്? പ്രാഥമിക നിറങ്ങൾ 3 പച്ച, നീല, ചുവപ്പ്. അതിൽ വർണ്ണാന്തതയുള്ളവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന നിറം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നീലയാണ്. പച്ചയും ചുവപ്പും അവർക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. തിമിരം. എന്താണ് ഈ തിമിരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിലെ ലെൻസ് എന്താകുന്നു? അദാര്യമാവുന്നു. ആ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് തിമിരം എന്ന് പറയുന്നത്. കണ്ണിന്റെ ലെൻസ് അദാര്യമാകുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് തിമിരം എന്ന് പറയുന്നത്. ചെങ്കണ്ണ് എന്ന് പറയുന്നത് ബാക്ടീരിയയോ വൈറസോ ജീവികൾ മൂലം കണ്ണിനുണ്ടാകുന്ന ഇൻഫെക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ചെങ്കണ്ണ് എന്ന് പറയുന്നത്. ഈ 4 രോഗങ്ങളും കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങളാണ്. ഇതിലെ ഒറ്റയാൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വർണ്ണാന്തതയാണ്. കാരണം വർണ്ണാന്തത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജനിതക രോഗമാണ്. ജീനുകളുടെ തകരാറ് മൂലമാണ് ഈ വർണ്ണാന്തത ഉണ്ടാവുന്നതെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചേരുംപടി ചേർക്കുക. രോഗങ്ങളും രോഗകാരിയും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്നുള്ള ചോദ്യമാണ് ചേരുപടി ചേർക്കുക. മന്ത്, മലേറിയ, ഡെങ്കിപ്പനി, പ്ലേഗ് ഇതെല്ലാം വെക്ടറുകളാണ്. എന്താണ് ഈ വെക്ടർ എന്ന് പറഞ്ഞാൽ? രോഗം പരത്തുന്ന ജീവികളാണ് നമ്മൾ വെക്ടർ എന്ന് പറയുന്നത്. ഇപ്പൊ രോഗകാരികൾ ഉണ്ടാവും. ഇപ്പൊ ബാക്ടീരിയ എന്ന് പറയുന്നത് ഒരു രോഗകാരിയാണ്. ഈ ബാക്ടീരിയയെ മറ്റു ജീവികളിലേക്ക് എത്തിക്കുന്ന വരെ വിളിക്കുന്ന പേരാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വെക്ടർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം നിപ്പ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? ആ നിപ്പ വൈറസ് വരുത്തുന്ന രോഗമാണ്, രോഗകാരി വൈറസ് ആണ്. അതിന്റെ വെക്ടർ എന്ന് പറയുന്നത് ആരാണ്? പഴന്തീനി വവ്വാലുകളാണ്. ഇവിടെ നോക്കിക്കൊള്ളുക, രോഗങ്ങളും അവയുടെ വെക്ടറുകളുമാണ്. മന്ത് പരത്തുന്നത് ആരാണ്? മന്ത് പരത്തുന്നത് ക്യൂലസ് പെൺകൊതുകുകളാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മന്ത് പരത്തുന്നത് ക്യൂലസ് പെൺകൊതുകുകളാണ്. മലേറിയ പരത്തുന്നത് അനോഫിലസ് പെൺകൊതുകുകളാണ്. ഓക്കെ, മലേറിയയുടെ വെക്ടർ എന്നറിയപ്പെടുന്നത് പരത്തുന്നത് അനോഫിലസ് പെൺകൊതുകുകളാണ്. അടുത്തത് ഡെങ്കിപ്പനി ഈഡിസ് ഈജിപ്തി കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. പ്ലേഗ് പരത്തുന്ന ആര് തന്നെയാണ്? എലിച്ചെല്ലുകൾ തന്നെയാണ്. ഓക്കെ, പരത്തുന്നത് എലിച്ചെല്ലുകൾ തന്നെയാണ്. അപ്പൊ ഇത് വൃത്തിയായിട്ട് അറിഞ്ഞിരിക്കുക. മന്ത് ക്യൂലസ് പെൺകൊതുകുകളാണ്. മലേറിയ അനോഫിലസ് പെൺകൊതുകുകളാണ്. ഡെങ്കിപ്പനി ഈഡിസ് ഈജിപ്തി കൊതുകുകളാണ്. പ്ലേഗ് പരത്തുന്നത് എലിച്ചെല്ലുകളാണ് കൂടി മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ,
അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദേശീയ രോഗ നിയന്ത്രണ പരിപാടി, മന്ത് രോഗ നിയന്ത്രണ പരിപാടി ഇന്ത്യയിൽ ആരംഭിച്ച വർഷം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, മന്ത് എന്ന് പറയുന്നത് അല്ലെ ആര് പരത്തുന്നതാണ്? ക്യൂലസ് മൊസ്കിറ്റോ, ക്യൂലസ് കൊതുകുകൾ പരത്തുന്നതാണ് മന്ത് എന്ന് പറയുന്നത് അല്ലെ. മന്തിന്റെ രോഗകാരി എന്നറിയപ്പെടുന്നത് വിരകളാണ്. ആരാണ്? ഫൈലേറിയൻ വിരകൾ. ഫൈലേറിയൻ വിരകളാണ് മന്തിന്റെ രോഗകാരി എന്നറിയപ്പെടുന്നത്. ഈ വിരകൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലിംഫ് വാഹികളുണ്ട്, ലിംഫ് വാഹികൾ. ആ ലിംഫ് വാഹികളിൽ ഈ വിരകൾ വന്നിരിക്കുകയും അവ വലുതാവുകയും തന്മൂലം ലിംഫിന്റെ ഫ്ലോ തടസ്സപ്പെടുകയും ഈ ഭാഗം വീർക്കുകയും ചെയ്യുന്ന അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് മന്ത് എന്ന് പറയുന്നത്. ആ മന്ത് രോഗ നിയന്ത്രണ പരിപാടി ഇന്ത്യയിൽ ആരംഭിച്ച വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ മന്ത് പരത്തുന്ന രോഗകാരി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫൈലേറിയൽ വിരകളാണ്. മന്തിന്റെ വെക്ടേഴ്സ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യൂലസ് മൊസ്കിറ്റോകളാണ് എന്ന് കൂടി ഓർത്തിരിക്കുക. മന്ത് ബാധിക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിംഫ് വാഹികളെയാണ് മന്ത് ബാധിക്കുന്നത്. ഇവിടെ മന്ത് രോഗ നിയന്ത്രണ പരിപാടി ഇന്ത്യയിൽ ആരംഭിച്ച വർഷം 1955 ആണ് എന്ന് കൂടി ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ദേശീയ മന്ത് രോഗ ദിനമായിട്ട് കണക്കാക്കുന്നത് നവംബർ 11 ആണെന്ന് കൂടി മനസ്സിലാക്കി വെച്ചേക്കുക. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. രോഗാണുക്കളെ അടിസ്ഥാനമാക്കി രോഗങ്ങളെ തരംതിരിക്കുക. ഒന്നറിയാനായിട്ട് പറഞ്ഞതേ ഉള്ളൂ. എലിപ്പനി പരത്തുന്ന ആരാണ്? നിപ്പ പരത്തുന്ന ആരാണ്? അത്ലറ്റ്സ് ഫൂട്ട് പരത്തുന്ന ആരാണ്? മലമ്പനി പരത്തുന്ന ആരാണ്? എലിപ്പനി പരത്തുന്നത് ആരാണ്? ബാക്ടീരിയകളാണ് എലിപ്പനി പരത്തുന്നത്. ബാക്ടീരിയൽ രോഗമാണ് എലിപ്പനി. നിപ്പ ഇനി എടുത്തു പറയേണ്ട കാര്യമില്ല, നിപ്പ പരത്തുന്നത് വൈറസ് ആണ്. നമ്മൾ നിപ്പ വൈറസ് എന്നാണ് പറയുന്നത്. അത്ലറ്റ്സ് ഫൂട്ട് അതാര് പരത്തുന്നതാണ്? ഫംഗസുകൾ പരത്തുന്ന രോഗമാണ് അത്ലറ്റിക് ഫൂട്ട്സ് എന്ന് പറയുന്നത്. ഫംഗസുകൾ പരത്തുന്ന രോഗമാണ് അത്ലറ്റിക് ഫൂട്ട്. മലമ്പനിയോ? മലമ്പനി പരത്തുന്ന ആരാണ്? മലമ്പനി പരത്തുന്നത് പ്രോട്ടോസോവൻസ് ആണ്. പ്രോട്ടോസോവൻസ് ആണ് മലമ്പനി പരത്തുന്നത്. അതിന്റെ വെക്ടർ എന്ന് പറയുന്നത് ആരാണ്? ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ആണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ? നമ്മുടെ CPO വുമൺ CPO എക്സാം വരികയാണ്. നമ്മൾ പുതിയൊരു ബാച്ച് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യത്തക്ക വിധം ഉള്ള പ്രത്യേക ബാച്ചാണത്. സോ ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, എന്തായാലും അടുത്ത ക്വസ്റ്റ്യൻ. നിയാസിൻ എന്നറിയപ്പെടുന്ന ജീവകം. വിറ്റാമിനുകൾ ഇമ്പോർട്ടന്റ് ആണ്. വിറ്റാമിനിൽ നിന്നൊരു ചോദ്യം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവാം. അപ്പോൾ നിയാസിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ് എന്നുള്ളതാണ്. നമുക്കറിയാം വിറ്റാമിൻ B1ന്റെ പേര്, ശാസ്ത്രീയ നാമം എന്താണ്? തയാമിൻ എന്നാണ്. തയാമിൻ എന്നാണ് അല്ലെ. വിറ്റാമിൻ B3യുടെയോ? വിറ്റാമിൻ B3യുടെ പേരാണ് എന്തെന്ന് പറയുന്നത്? നിയാസിൻ. ഓക്കെ, വിറ്റാമിൻ B3യുടെ പേരാണ് നിയാസിൻ. വിറ്റാമിൻ B7ഓ? ബയോട്ടിൻ എന്നാണ്. ബയോട്ടിൻ. B9 ഫോളിക് ആസിഡ്. ഫോളിക് ആസിഡ്. ഓക്കെ, ഇതൊന്ന് ഓർത്ത് വെച്ചോളുക. തയാമിൻ എന്നറിയപ്പെടുന്നത് B1 ആണ്. നിയാസിൻ എന്നറിയപ്പെടുന്നത് B3 ആണ്. ബയോട്ടിൻ എന്നറിയപ്പെടുന്നത് B7 ആണ്. ഫോളിക് ആസിഡ് എന്നറിയപ്പെടുന്നത് B9 ആണെന്ന് കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. വിറ്റാമിനിൽ നിന്നൊരു ചോദ്യം തീർച്ചയായിട്ടും ഉണ്ടാവും. ഓക്കെ, അടുത്ത ചോദ്യം. ഹോർമോണുകളുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുകയാണ്. ഹോർമോണുകളുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവന ചോദ്യം. ഹോർമോണുകൾ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യം ഒന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക. നമ്മുടെ ശരീരത്തില് എന്തുണ്ട്? 2 തരം ഗ്രന്ഥികളുണ്ട്. ഏതൊക്കെയാണ്? എൻഡോക്രൈൻ ഗ്ലാൻഡുകളും ഉണ്ട്, എക്സോക്രൈൻ ഗ്ലാൻഡും ഉണ്ട് അല്ലെ. അന്തർസ്രാവി ഗ്രന്ഥികൾ, അന്തർസ്രാവിയെ നമ്മൾ വിളിക്കുന്ന പേര് എൻഡോക്രൈൻ ഗ്ലാൻഡ്. ബഹിർസ്രാവി ഗ്രന്ഥി എക്സോക്രൈൻ ഗ്ലാൻഡ്. എൻഡോക്രൈൻ ഗ്ലാൻഡും ഉണ്ട്, എക്സോക്രൈൻ ഗ്ലാൻഡും ഉണ്ട്. എൻഡോക്രൈൻ ഗ്ലാൻഡിന്റെ സെക്രീഷനെ അല്ലെ, അവ ഉൽപ്പാദിപ്പിക്കുന്നവയാണ് ഹോർമോണുകൾ. അന്തർസ്രാവി ഗ്രന്ഥികളുടെ ഹോർമോൺ, അന്തർസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസുകളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹോർമോണുകൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ എക്സോക്രൈൻ ഗ്ലാൻഡുകൾ? ബഹിർസ്രാവി ഗ്രന്ഥികൾ അല്ലെ. ബഹിർസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളാണ് എന്തെന്ന് പറയുന്നത്? എൻസൈമുകൾ എന്ന് പറയുന്നത്. എൻസൈമുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡുകളാണ്, അന്തർസ്രാവി ഗ്രന്ഥികളാണ്.
എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് എക്സോക്രൈൻ ഗ്ലാൻഡുകളാണ്, ബഹിർസ്രാവി ഗ്രന്ഥികളാണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. പിന്നീട് ഈ ഹോർമോണുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഹോർമോണുകള് ലക്ഷ്യകോശങ്ങളിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. ഹോർമോണുകള് ലക്ഷ്യകോശങ്ങളിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് കൂടി മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കാം. നോക്കുക, ഹോർമോണുകളായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഹോർമോണുകൾ ലക്ഷ്യകോശങ്ങളിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. ഓൾറെഡി പറഞ്ഞു, നമ്മൾ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഹോർമോണുകൾ ലക്ഷ്യകോശങ്ങളിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. നോക്കുക, അടുത്തത് അന്തർസ്രാവി ഗ്രന്ഥികളുടെ സ്രവങ്ങളാണ് എൻസൈമുകൾ. ആണോ? അന്തർസ്രാവി ഗ്രന്ഥികളുടെ സ്രവങ്ങള് ഹോർമോണുകളാണ്. ബഹിർസ്രാവി അല്ലെങ്കിൽ എക്സോക്രൈൻ ഗ്ലാൻഡുകളുടെ സ്രവങ്ങളാണ് എന്തെന്ന് പറയുന്നത്? എൻസൈമുകൾ. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ അല്ലേ? അടുത്തത്, ഹോർമോണുകൾ പ്രത്യേക കുഴലുകളിലൂടെ ലക്ഷ്യകോശങ്ങളിലേക്ക് എത്തുന്നു. ശ്രദ്ധിക്കുക, ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ സഞ്ചരിക്കാൻ പ്രത്യേക കുഴലുകളില്ല, അത് രക്തത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് അതിനെ എന്തെന്ന പേരിൽ കൂടെ അറിയപ്പെടുന്നുണ്ട്? നാളീരഹിത ഗ്രന്ഥികൾ. നാളീരഹിത ഗ്രന്ഥികൾ എന്ന് കൂടി ആരറിയപ്പെടുന്നുണ്ട്? ഈ അന്തർസ്രാവി ഗ്രന്ഥികൾ അഥവാ എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ അറിയപ്പെടുന്നുവെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഹോർമോണുകൾ പ്രത്യേക കുഴലുകളിലൂടെയാണ് ലക്ഷ്യകോശങ്ങളിൽ എത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. അടുത്ത നോക്കിയേ, ഹോർമോണുകൾ രക്തത്തിലൂടെ സമ്മേളനം ചെയ്യാൻ സാധിക്കുന്നു, രക്തത്തിലൂടെ പോവാനായിട്ട് അവയ്ക്ക് സാധിക്കുന്നുണ്ട്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അടുത്ത, വാസോപ്രസിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം. അറിയാം, വാസോപ്രസിൻ നമ്മുടെ ശരീരത്തിലെ ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോൺ ആണ് വാസോപ്രസിൻ. വാസോപ്രസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ADH അഥവാ ആന്റി ഡയൂറിറ്റിക് ഹോർമോൺ. നമ്മുടെ ശരീരത്തിലെ ജലം, വാട്ടർ ഇംബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോണുകളാണ് വാസോപ്രസിൻ എന്ന് പറയുന്നത്. ഈ വാസോപ്രസിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക, വാസോപ്രസിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് എന്തെന്ന് പറയുന്നത്? ഡയബറ്റിക് ഇൻസിപ്പിഡസ്. ഡയബറ്റിക് ഇൻസിപ്പിഡസ്, മൂത്രത്തിലൂടെ അമിതമായിട്ട് ജലം നഷ്ടപ്പെടുന്നു. ആ അവസ്ഥയാണ് നമ്മൾ ഡയബറ്റിക് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി എന്താണ് ഡയബറ്റിക് മെലിറ്റസ് എന്ന് പറയുന്നത്? ഡയബറ്റിക് മെലിറ്റസ് അഥവാ നമ്മൾ ഷുഗർ എന്ന് പറയും അല്ലേ? ഇൻസുലിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് എന്തെന്ന് പറയുന്നത്? ഡയബറ്റിക് മെലിറ്റസ് എന്ന് പറയുന്നത്. പിന്നീട് ഗ്രോത്ത് ഹോർമോൺ, അതറിയാലോ, വാമനത്വം. ഗ്രോത്ത് ഹോർമോണിന്റെ അളവ് കുറയുകയാണ് എങ്കിൽ അതിനെ വാമനത്വം എന്നും, ഗ്രോത്ത് ഹോർമോണിന്റെ അളവ് കൂടുകയാണെങ്കിൽ വളർച്ച കൂടുന്നു, ആ അവസ്ഥയെ വിളിക്കുന്ന പേര് ഭീമാകാരത്വം. വാമനത്വം എന്ന് വെച്ചാൽ വളർച്ച കുറയുന്ന അവസ്ഥ. ഗ്രോത്ത് ഹോർമോണിന്റെ കുറവ് മൂലം, വളർച്ചാ ഹോർമോണിന്റെ കുറവ് മൂലം വളർച്ച കുറയുന്ന അവസ്ഥയാണ് വാമനത്വം. വളർച്ചാ ഹോർമോൺ കൂടുതലായത് മൂലം ഗ്രോത്ത് കൂടുന്ന അവസ്ഥയെ ഭീമാകാരത്വം എന്നും കൂടി പറയുന്നു. അപ്പൊ ഇത് വൃത്തിയായിട്ട് മനസ്സിലാക്കി വെച്ചോളുക. വാസോപ്രസിൻ, ആന്റി ഡയൂറിറ്റിക് ഹോർമോൺ, ഡയബറ്റിക് ഇൻസിപ്പിഡസ് എന്താണ്, മെലിറ്റസ് എന്താണ്, വാമനത്വം എന്താണ്, ഭീമാകാരത്വം എന്താണ്, ഹോർമോണിന്റെ ഡെഫിഷ്യൻസി കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ഇപ്പൊ പറഞ്ഞവ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നോക്കുക, അടുത്ത ചോദ്യം, ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന സംഘടന ഏതാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന സംഘടന നോക്കുക, WWF വേൾഡ് വൈഡ് ഫണ്ട്, ഗ്രീൻ പീസ്, UNEP യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റൽ പ്രോഗ്രാം, ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ്. ഈ നാലും പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. ഇതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കണം. ആദ്യം, വേൾഡ് വൈഡ് ഫണ്ട് സ്ഥാപിതമായത് 1961 വേൾഡ് വൈഡ് ഫണ്ട് സ്ഥാപിതമായത്. അതിന്റെ ചിഹ്നമാണ് ഭീമൻ പാണ്ട എന്ന് കൂടി മനസ്സിലാക്കുക. ഭീമൻ പാണ്ട. ഓക്കെ. അടുത്ത, ഗ്രീൻ പീസ് സ്ഥാപിതമായ വർഷമാണ് 1972 ഗ്രീൻ പീസ് സ്ഥാപിതമായത് എന്ന് ഓർക്കുക. UNEP യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റൽ പ്രോഗ്രാം, അതും സ്ഥാപിതമായത് 1972. അടുത്ത, ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് സ്ഥാപിതമായത് 1977 എന്ന് കൂടി മനസ്സിലാക്കുക. ഇതെല്ലാം സംഘടനകളാണ്. ഇതിൽ ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന സംഘടന ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന സംഘടന ഏതാണ്? വേൾഡ് വൈഡ് ഫണ്ട്. 1961 സ്ഥാപിതമായിട്ടുള്ള വേൾഡ് വൈഡ് ഫണ്ടാണ് ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? കഴിഞ്ഞ പ്രാവശ്യത്തെ PSC എക്സാമിന് വിജയികളാണ്. അപ്പൊ തീർച്ചയായിട്ടും ചുരുങ്ങിയ സമയം നമ്മുടെ കയ്യിലുള്ളൂ. കൃത്യമായിട്ട് പഠിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പോലീസ് എന്ന് പറയുന്ന ആ ഒരു
സ്വപ്നത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. അതിന് നിങ്ങളോടൊപ്പം തീർച്ചയായിട്ടും ഞങ്ങളുടെ CC കോമ്പറ്റേറ്റീവ് ക്രാക്കർ ടീം ഉണ്ടാവും. സോ ഞങ്ങളോടൊപ്പം ചേരുക, നന്നായിട്ട് പഠിക്കുക, നിങ്ങളുടെ വിജയത്തിലേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും എത്തും. മറ്റൊരു ക്ലാസ്സുമായിട്ട് കാണുന്നത് വരേക്കും ബൈ. താങ്ക് യു സോ മച്ച്.